ഹായ് മകളെ, 10ാം ക്ലാസ്സൊക്കെ എത്തി. എല്ലാ ദിവസവും സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, ക്ലാസ്സുകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വെച്ചാൽ കുറേ ആളുകൾ എന്നും പോയി വരുന്നു എന്നല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും തയ്യാറാവാത്ത ആളുകളായിരിക്കും. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, ഏകദേശം ഇന്ന് മുതൽ നിങ്ങൾക്ക് 50 ദിവസങ്ങളോളം മാത്രമാണ് നിങ്ങളുടെ SSLC ഗവൺമെൻറ് നടത്തുന്ന ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ടൈം എക്സാമിന് വേണ്ടി ബാക്കിയുള്ളത്. 35ലധികം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ 35 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ 50 ദിവസം കൊണ്ട് എങ്ങനെയാണ് സർ ഞാൻ ഈ 35 ചാപ്റ്റേഴ്സും പഠിക്കുന്നത്? അതിൽ തന്നെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പോലത്തെ സബ്ജക്റ്റുകളിൽ എനിക്ക് പല ചാപ്റ്റേഴ്സും മനസ്സിലായിട്ടില്ല സർ. എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ട് ഞാൻ എഴുതാൻ പോകുന്ന ആദ്യത്തെ ഓണ എക്സാമിലേക്ക് എനിക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങളുടെ 10ാം ക്ലാസ് ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരാൻ പോകുന്നതും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പഠിക്കുന്നതുമായിട്ടുള്ളൊരു സെഷൻ എന്ന് പറയുന്നത് അത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാമാണ്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ ഞാൻ പറയട്ടെ. ഒന്നാമത്തേത്, 10ാം ക്ലാസ് എന്ന് പറയുന്ന ഭയം എല്ലാവരുടെ മനസ്സിലുണ്ട്. ഈ വർഷം 10ാം ക്ലാസ്സാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം. 9ാം ക്ലാസ് വരെ പഠിക്കാത്ത ആളുകൾ വരെ 10ാം ക്ലാസ്സിൽ എത്തിയതിന് ശേഷം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണ് എങ്കിൽ 10ാം ക്ലാസ്സിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ എന്ത് എന്ന് നിങ്ങളൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് നല്ല കാര്യമാണ് പ്രിയപ്പെട്ട മക്കളെ. എന്നിട്ടും പഠിക്കാത്ത ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, ആദ്യത്തെ ഒരു മാസമൊക്കെ പഠിക്കാൻ വേണ്ടി നോട്ട്ബുക്കുകളൊക്കെ തയ്യാറാക്കി പഠിച്ച് വൃത്തിയിൽ പോയ ഒരു കുട്ടി ഇപ്പോൾ കുറച്ചൊരു മടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പതിയെ ആ മടി കുറച്ചും കൂടി ഭീകരമാകാൻ തുടങ്ങും. പക്ഷേ ഞങ്ങൾ പറയുന്നു, അതിന് മടിയിലേക്ക് നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾക്ക് വേണ്ടി കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് ഞങ്ങൾ വരികയാണ്. ഈ വരുന്ന 17ാം തീയതി, അതായത് മറ്റന്നാൾ, നിങ്ങൾക്ക് കിടിലൻ സ്റ്റഡി പ്ലാനാണ്. ഓണം എക്സാമിന് തയ്യാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരികയാണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൈലത്തെ വിശ്വസിക്കാം. സൈലം SSLC എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലായിരിക്കും നമ്മൾ ലൈവ് പോകുന്നത്. സോ ഈ ഒരു വിവരം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയുക. എന്നിട്ട് എല്ലാവരോടും അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ, കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ A+ കിട്ടിയ ബാച്ച് ഏതാണെന്ന് വെച്ചാൽ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് തന്നെയാണ്. ആ ഒരു അസ്ത്ര ബാച്ചിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ അല്ലാതെയും ക്ഷണിക്കുന്നത്. അല്ലെങ്കിൽ സൈലം SSLC എന്ന് പറയുന്ന ടീമിനാണ് ഏറ്റവും കൂടുതൽ A+ കിട്ടിയതെന്ന് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. സൈലത്തിൻ്റെ SSLC യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ അവിടെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ A+ നേടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് ഞങ്ങൾ നിങ്ങൾക്ക് നേടിത്തരിക തന്നെ ചെയ്യും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാദ് സൈലം ലേണിംഗ്. അപ്പോൾ സമയം മറക്കണ്ട, മറ്റന്നാൾ രാത്രി 7:30 ബൈ.